ഒബ്രോമോൾ 2.0 PVR സിനിമാസിൽ അപർണ ബാലമുരളിയും രാജ്ബി ഷെട്ടി അഭിനയിച്ചിട്ടുള്ള മലയാള സിനിമയായിട്ടുള്ള രുദ്രം എന്നുള്ള സിനിമ സ്ക്രീൻ ടൂവിൽ വന്നിരിക്കുകയാണ് കേട്ടോ. രുദ്രം ഡയറക്റ്റഡ് ബൈ ജിഷോ ലോൺ ആൻ്റണി. ഞാൻ ഈ വാൾപേപ്പർ വെച്ചിരിക്കുന്ന സിനിമ പുള്ളിക്ക് വളരെ ഇൻസ്പിറേഷണലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് സ്ലോ പേസ് ആണെങ്കിൽ പോലും വളരെ എൻഗേജിങ് ആയിട്ട് നെയിൽ ബൈറ്റിങ് രീതിയിൽ പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. രാജ്ബി ഷെട്ടി കലക്കി സൂപ്പറായിട്ടുണ്ട്. അപർണ ബാലമുരളിയും ഫസ്റ്റ് ഹാഫിൽ എനിക്ക് മികച്ച ഒരു പ്രകടനമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഇതൊക്കെ അങ്ങ് മാറി. ഞാൻ കണ്ട ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെവലുണ്ടല്ലോ, ആ ലെവലിലേക്ക് സെക്കൻഡ് ഹാഫ് ഉയർന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ഈവൺ ദോ എൻഡിങ് നോട്ട് നല്ലതായിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്കും വളരെ സ്റ്റാൻഡേർഡായിട്ട് ക്ലാസ്സായിട്ട് പോയിക്കൊണ്ടിരുന്ന വെച്ചൊരു സിനിമ ഭയങ്കര മസാലവൽക്കരിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് ആയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഫസ്റ്റ് ഹാഫ് കിഡുമായിരുന്നു. ഞാൻ വീണ്ടും പറയണം, ഫസ്റ്റ് ഹാഫ് വാസ് സൂപ്പർബ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. അത് ഭയങ്കര രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചില ഫ്രെയിംസൊക്കെ കിടുവാണ്, ഒന്നും പറയാനില്ല. പിന്നെ ആർട്ട് വർക്ക്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ പറഞ്ഞേ പറ്റുള്ളൂ. ഈ സിനിമ വനിതയിൽ കാണാൻ പറ്റാത്ത എനിക്ക് അതിയായ സങ്കടമുണ്ട്. കാസ്റ്റ് ആൻഡ് ക്രൂ ഇവന്മാർ ഒറ്റൊരാൾ കാരണമാണ് നമുക്കിത് വനിത കാണാൻ പറ്റാതെ പോയത്. ഇതിൻ്റെ അറ്റ്മോസ് ഔട്ട് വല്ലതും ഉണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഞാൻ കണ്ടത് ഒരു 7.1 തിയേറ്ററിലാണ്, ഒബ്രോമോളിലുള്ള PVRലാണ്, സ്ക്രീൻ ടൂവിൽ. എന്നിട്ട് പോലും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും കാണാനും. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒരു മഴ പെയ്യുമ്പോഴുള്ളൊരു സീക്വൻസൊക്കെ ഉണ്ട്. അതൊക്കെ അറ്റ്മോസിൽ എനിക്കൊന്ന് കിടുമായിരിക്കും. അറ്റ്മോസ് മിക്സ് ഉണ്ടെങ്കിൽ വെള്ളം ഒഴുകി വരുന്ന സൗണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അത്ര രസമായിട്ട് പല കാര്യങ്ങളും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു പക്ക ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് വേണ്ട ഒരു സിനിമയാണ്. ഔട്ട്ഡോറിലെ കാര്യമായാലും ശരി, ഇൻഡോറിൽ ഒരു റൂമിനകത്ത് നടക്കുന്ന കാര്യമാണ് കൂടുതലും. സിനിമയുടെ ഭൂരിഭാഗം ഒരു റൂമിനകത്താണ്. ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് റൂമിനകത്ത് തന്നെയാണ്. ആ 2 റൂമുകൾ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടാണ്. സംഭവം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, പക്ഷേ ആർട്ട് വർക്ക് ആണെന്നുള്ള, പക്ഷെ എന്നാൽ പോലും അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പൊതുവേ ഓരോ റൂമുകളൊക്കെ കാണിക്കും, ആ റൂം ബിൽഡ് ചെയ്യുന്ന കാണിക്കാറില്ല. ഇതിനകത്ത് ഇതിലെ വില്ലൻ റൂം ബിൽഡ് ചെയ്യുന്നത് വരെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് റൂം ബിൽഡ് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് പുറത്ത് കേൾക്കാത്ത, അങ്ങനത്തെ റീസണിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല ലോജിക്കലി അത് കറക്റ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. പിന്നെ ഇതിനകത്തൊരു എലി, ഒരു പട്ടിയുണ്ട്, ഒരു ബീഗിളും ഒരു നോർമൽ എലിയും. അതിനകത്ത് ഈ എലി, ഇഫ് ഐ എം നോട്ട് റോങ്, CGI ആണ്. പക്ഷേ അത് CGI എന്ന് പറയത്തില്ല. അത്ര കിഡുമായിട്ട് VFX, അത്ര കിഡുമായിട്ട് CGI ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അത് കിഡുമായിരുന്നു. എലിയുടെ ഓരോ മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ആ എലിക്ക് കൊടുത്തിരിക്കുന്ന സൗണ്ട് ഡിസൈൻ, എല്ലാം പക്കയായിരുന്നു. എനിക്ക് തിയേറ്റർ കണ്ടിട്ട് മനസ്സിലായി പോലുമില്ല അത് CGI എന്ന്. നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അത്ര കിഡുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്രയും ടോപ്പ് നോച്ച് CGI ആയിരുന്നു. ഞാൻ എടുത്ത് കണ്ടുവെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ്. അതുകൊണ്ട് CGI ഡിപ്പാർട്ട്മെൻറ്റ്, ഹൂവർ യു ആർ, യു ഡിഡ് എ ഫാബുലസ് ജോബ്. പിന്നെ ആ പട്ടീനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ട്രെയിനർ, പലപ്പോഴും നമ്മൾ സിനിമയിൽ ഓരോ മൃഗങ്ങളെയൊക്കെ അഭിനയിക്കുമ്പോൾ അവരുടെ ട്രെയിനേഴ്സിന് നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ വിട്ടുപോകും. ഞാനത് മറക്കണില്ല. ഇതിൻ്റെ ഡോഗിൻ്റെ ട്രെയിനർ ആരായാലും ഹാറ്റ്സ് ഓഫ് ടു യു ബ്രോ. കാരണം അത്ര സൂപ്പറായിട്ട് ഇതിനകത്ത് ആ ഡോഗിനെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട്. കിഡു. ആ ബീഗിളുടെ പേര് എന്താണെന്ന് പോലും അറിയില്ല. അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ട്രെയിനറിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. VFX ടീം, CGI ടീം ആരാണെന്നുള്ള അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളി. ആ ബീഗിൾ എനിക്ക് കൊതിയായിപ്പോയി, ഒരു രക്ഷയില്ല. കിഡിലും ക്യാരക്ടറാണ്, നല്ല രസമായിരുന്നു. എന്തായാലും സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേക്കും ഇതൊക്കെ അങ്ങ് പോയി. മൊത്തത്തിൽ നടക്കുന്ന കാര്യങ്ങളും അങ്ങനെ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഷേ എന്നുള്ള അവസ്ഥ വരും. എൻഡിങ് നോട്ട് പൊളിയായിരുന്നു. കിഡു എൻഡിങ് നോട്ടാണ്. ഒരു വ്യത്യസ്തമായ എൻഡിങ് നോട്ടാണെന്ന് വെച്ചാൽ അങ്ങനെ വ്യത്യസ്തതയൊന്നുമില്ല. കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. കുറേയൊക്കെ
അനുഭവിച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എനിക്ക് എന്താണെന്ന് റിവീൽ ചെയ്യാൻ പറ്റില്ല. റിവീൽ ചെയ്ത് അതിൻ്റെ പ്ലോട്ട് മൊത്തം പോയില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പല ആൾക്കാരും ക്ഷമ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും സൈക്കോയി മാറുമെന്ന് പറയണ പോലെയാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് ഇതിനകത്ത്. ക്ഷമ മാത്രമല്ല, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുമ്പോഴേക്കും അവർ റിബെൽ ചെയ്യാൻ തുടങ്ങും. അത് പിന്നീട് വലിയ വലിയ കോൺസിക്വൻസസിലേക്ക് വരും. ചിലപ്പോൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത ആൾക്ക് പകരം അവരുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ രീതിയിലൊക്കെ നമ്മൾ വൈരാഗ്യം തീർക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, കൂടുതൽ പോകുന്നില്ല. ഒരു സസ്പെൻസ് എലിമെൻറ്റ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും രാജ്ബി ഷെട്ടി വാസ് ദ ഷോ സ്റ്റീലർ ഇൻ ദ മൂവി, അതൊന്നും പറയാനില്ല. പക്ഷെ പുതിയതായിട്ട് എന്തെങ്കിലും പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുതിയതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പുള്ളിയുടെ പൊതുവെയുള്ള മാനേഴ്സോ അതേ സംഭവങ്ങളൊക്കെ തന്നെ പുള്ളി ഇങ്ങനത്തെ ടൈപ്പ് റോൾ ചെയ്യാൻ ആപ്റ്റാണ്. അത്രയും കിടുവായിട്ട് പുള്ളി ചെയ്യും. ഇങ്ങനത്തെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടർ പുള്ളി സിമ്പിളായിട്ട് ചെയ്യും. അത് ഇതിനകത്ത് പല ടൈപ്പ് പുള്ളിയുടെ ഭാവമാറ്റങ്ങളും പരിപാടികളും അതുമൊക്കെ ഉണ്ട്. ടിപ്പിക്കൽ രാജ്ബി ഷെട്ടി സ്റ്റഫ് അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപർണ മുരളിയുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിലുള്ള അപർണ മുരളി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, അത്രയും നല്ല മികച്ച പ്രകടനമൊക്കെ ആയിട്ട്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴേക്കും ഒരുമാതിരി വെച്ച് കെട്ടിയ മാസം എന്ന് പറയണ പോലത്തെ അവസ്ഥ പോലെ ആയിപ്പോയി. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അപർണയെ കൊണ്ട് എന്തിനങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി ചിലർക്കത് ഭയങ്കരമായിട്ട് വർക്കായേക്കാം. എനിക്കത് ഭയങ്കരമായിട്ട് വൽക്കരിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ലെവലിലൊക്കെ ആയി. ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ സിനിമ കാണാതിരിക്കാനുള്ള കാരണം ഒന്നും ആയി മാറുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അത്രയും ലെവലിൽ പോയതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് എനിക്ക് ആ ഒരു ഡിപ്പ് ഫീൽ ചെയ്തത്. ഞാൻ വീണ്ടും പറയാണ്, ഇതൊന്നും ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. എന്തായാലും തിയേറ്ററിൽ കാണാൻ നല്ല രസമുള്ള പടമാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. സംഭവം നല്ലത് തന്നെയാണ്. എനിക്ക് ഇരുൾ എന്നുള്ള സിനിമ നെറ്റ്ഫ്ലിക്സിൽ കണ്ട സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ തിയേറ്ററിൽ കണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. കാരണം ആ ടൈമിൽ കൊറോണ ടൈമിൽ ഇറങ്ങിയ സിനിമയായിരുന്നു. അത് ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു, പക്ഷേ അത് തിയേറ്ററിൽ കാണേണ്ട പടമായിരുന്നു. അതുപോലെ ഞാൻ തിയേറ്ററിൽ കണ്ട വേറൊരു സിനിമയുണ്ട്, ഒരു നല്ല നിലാവുള്ള രാത്രി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് തോന്നിയ കാര്യം വേറെ ലെവലിൽ തുടങ്ങിയിട്ട് അവസാനം ആയപ്പോഴേക്കും ഡയറക്ടറിനൊന്നും ഒരു പിടുത്തമില്ല. എങ്ങനെ എൻഡ് ചെയ്യണമെന്നുള്ള ഒരു തത്രപ്പാട് പോലെയൊക്കെ ഉള്ള ഒരു ഫീലിങ്. എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് അറിയില്ല, എവിടെ എൻഡ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനത്തെ രീതിയിലൊരു സാധനം ഈ സിനിമയ്ക്ക് എങ്ങനെ ഫീൽ ആയിരുന്നു എനിക്ക്. പക്ഷേ ഇതൊന്നും നമ്മൾ ആ സിനിമ കാണാതിരിക്കാനുള്ള കാരണങ്ങളല്ല. ആ സിനിമ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ത്രില്ലർ സിനിമകൾ, കുറച്ച് സൈക്കോയിഷ് ടൈപ്പ് ത്രില്ലർ പടങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കണം എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്, എസ്പെഷ്യലി ബാക്ക്ഡ് അപ്പ് ബൈ സ്ട്രോങ് പെർഫോമൻസ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗോകുലം ഗോപാലൻ ചേട്ടനാണിത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒമ്പാലെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ട്, അങ്ങനെ എന്തോ. ഐ ആം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. എന്തായാലും സംഭവം കൊള്ളാടെ, നല്ല പടമായിരുന്നു. അതിഗംഭീര പടം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഫസ്റ്റ് ഹാഫ് കിടും. എൻഡിങ് നോട്ടും അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും സെക്കൻഡ് ഹാഫ് എത്തിയില്ല എന്നുള്ള അഭിപ്രായം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിവിടെ തുറന്നു പറയുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ എങ്ങനെയാണെന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും സിനിമ കണ്ടവർ മാത്രം, അല്ലാത്തവർ വേറെ എന്തെങ്കിലും പറയാം. അല്ലാണ്ട് ഈ സിനിമയെപ്പറ്റി അഭിപ്രായം പറയാൻ നിൽക്കരുത്. പടം കണ്ടിട്ട് മാത്രമേ അഭിപ്രായം പറയാൻ പാടുള്ളൂ. അതാണ് എൻ്റെ റിക്വസ്റ്റാണ്. അല്ലാതെ വെറുതെ ഒന്ന് നെഗറ്റീവ് അടിക്കാൻ നിൽക്കരുത്, പിടിച്ച് ഞാൻ തൂക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ഇന്ന് വേറെ 2-3 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഹെററ്റിക് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ലോർഡ് ഓഫ് ദ റിങ്സ് വാർ ഓഫ് റോർഹിം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതും കാണാൻ താല്പര്യമുണ്ട്. പിന്നെ സിദ്ധാർത്ഥിൻ്റെ ഏതൊരു സിനിമ കൂടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പറ്റിയാൽ കാണാം.